പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അഭിവാദ്യങ്ങൾ. കേരളത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് ഭൂരഹിതർ എന്നത്. കേരളപ്പിറവിയുടെ നാൾ മുതൽ കേരളത്തിൽ തീഷ്ണമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണിത്. ഒട്ടേറെ പ്രക്ഷോഭങ്ങൾ, ജനകീയ മുന്നേറ്റങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായിട്ടുണ്ട്. സുപ്രധാനമായ കേരള ഭൂപരിഷ്കരണ നിയമം തന്നെ ഭൂമിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്തെ ശ്രദ്ധേയമായൊരു ചുവടുവെപ്പായിട്ടാണ് കേരള ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ പലരും പറയുന്നത്. ഭൂപരിഷ്കരണം വഞ്ചിച്ച ജനതയുടെ അവകാശങ്ങൾ എന്നത് നമ്മുടെ മുമ്പിൽ മറ്റൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. കേരളത്തിലെ ഭൂരഹിതർ, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ഭൂ ഉടമസ്ഥത ഇത് ഏറ്റെടുക്കുവാൻ കുറേ അധികം വർഷങ്ങളായി അധികാരത്തിൽ വരുന്ന പാർട്ടികൾ തയ്യാറാകുന്നില്ല. കേരളത്തിലെ ഭൂപരിഷ്കരണത്തിൻ്റെ സന്ദർഭത്തിൽ ഭൂമിയുടെ ഉടമസ്ഥതയിൽ നിന്ന് പുറത്താക്കപ്പെട്ടൊരു വലിയ ജനാവലി കേരളത്തിലുണ്ട്. കേരളത്തിലെ ദളിത് ജനവിഭാഗങ്ങളും മറ്റ് പിന്നാക്ക ജനവിഭാഗങ്ങളും അതിലുണ്ട്. ഭൂരിപക്ഷവും കേരളത്തിലെ ദളിത് സമൂഹമാണ്. ആ സമൂഹം വർഷങ്ങളായി കേരളത്തിൽ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന സുപ്രധാനമായ ഒരു രാഷ്ട്രീയ ആവശ്യമാണ്: ഞങ്ങൾക്ക് ഭൂമിയുടെ ഉടമസ്ഥത നൽകണം. ഞങ്ങൾ ഭൂമിയുടെ അവകാശികളാകേണ്ടവരായിരുന്നു. കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമം കുടിയാന്മാരുടെ ഭൂ ഉടമസ്ഥത സ്ഥാപിക്കുമ്പോൾ ജാതി വ്യവസ്ഥ കാരണം കുടിയാൻ സമ്പ്രദായത്തിൻ്റെ പോലും ഭാഗത്ത് എത്തിച്ചേരാൻ കഴിയാതെ പോയ അനേക ലക്ഷം വരുന്ന കേരളത്തിലെ ജാതി വ്യവസ്ഥയുടെ ഇരകളായ ജനവിഭാഗങ്ങൾക്ക് അർഹമായ ഭൂമി അവർക്ക് ലഭിക്കേണ്ടതുണ്ടതൊരു ജനാധിപത്യപരമായ അവകാശമാണ്. ആ അവകാശത്തോട് നീതിപൂർവമായൊരു സമീപനം കേരളത്തിലുണ്ടായിട്ടില്ല. മാറി മാറി വരുന്ന കേരളത്തിലെ ഭരണകൂടങ്ങൾ ഇക്കാര്യത്തെ അവഗണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒരു ഘട്ടത്തിൽ കേരളത്തിലെ ഇടതുപക്ഷം ഭൂമിയുടെ വിതരണവുമായി ബന്ധപ്പെട്ട്, ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട് ഇനിയൊരു സാധ്യതയുമില്ല എന്ന നിലപാട് സ്വീകരിച്ചു. അപ്പോൾ കേരളത്തിൽ ശക്തമായ ഭൂസമരങ്ങൾ ഉയർന്നു വന്നു. ചെങ്ങറയിലെ ഭൂസമരം, അരിപ്പയിലെ ഭൂസമരം, മുത്തങ്ങയിലെ ഭൂസമരം തുടങ്ങി കേരളത്തിൻ്റെ ചരിത്രത്തെ പിടിച്ചുകുലുക്കുന്ന ഒട്ടേറെ ഭൂസമരങ്ങൾ ഈ ഘട്ടത്തിലാണ് ഉയർന്നു വരുന്നത്. ആ ഭൂസമരം കേരളത്തിലെ ഭൂരഹിതരുടെ ഭൂ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ പരിഹാരം കേരളത്തിന് മുന്നിലെത്തിച്ചു. അത് ഭൂരഹിതർക്ക് ആവശ്യമായ വിതരണം ചെയ്യാൻ മതിയായ ഭൂമി കേരളത്തിലുണ്ട്. പക്ഷേ ആ ഭൂമി കൈവശം വച്ചിരിക്കുന്നത് കുറേ അധികം തോട്ടം കുത്തകകളാണ്. അനധികൃതമായിട്ടാണ് അവർ ഈ ഭൂമി കൈവശം വച്ചിരിക്കുന്നത്. ഭൂമിയുടെ ഉടമസ്ഥതയ്ക്കുമേൽ അവർക്കൊരവകാശവുമില്ല. പാട്ടത്തിനെടുത്തവരുണ്ട്, കൃത്രിമമായ രേഖകൾ ഉണ്ടാക്കി ഭൂമി സ്വന്തമാക്കിയവരുണ്ട്, സർക്കാരിൻ്റെ ഭൂമി മുറിച്ചു വിറ്റവരുണ്ട്. ഈ കള്ളപ്രമാണിമാരിൽ നിന്ന്, ഉടമസ്ഥരിൽ നിന്ന് ഭൂമി തിരിച്ചു പിടിക്കണം. അത് ഭൂരഹിതർക്ക് വിതരണം ചെയ്യണം. വെൽഫെയർ പാർട്ടി അതിൻ്റെ രൂപീകരണ സന്ദർഭം മുതൽ കേരളത്തിൽ ഉയർത്തുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു മുദ്രാവാക്യമാണ്, രാഷ്ട്രീയ നിലപാടാണ്: കേരളത്തിലെ ഭൂരഹിതർക്ക് കയ്യേറ്റ ഭൂമി തിരിച്ചു പിടിച്ച് ഭൂമി വിതരണം ചെയ്യണം. ഈ കയ്യേറ്റക്കാരിൽ ഏറ്റവും വലിയ കുത്തക ഹാരിസൺ മലയാളമാണ്. ബ്രിട്ടീഷ് കമ്പനിയായ മലയാളം പ്ലാന്റേഷൻ 1984 ഉടമസ്ഥത കൈമാറ്റത്തിലൂടെ പിന്നീട് രൂപപ്പെട്ട കമ്പനിയാണ് ഹാരിസൺ മലയാളം. ബ്രിട്ടീഷ് കമ്പനിയാണ്. അവർ കൈവശം വച്ചിരിക്കുന്ന ഭൂമി അവരുടേതല്ല, അനധികൃതമായി കൈവശം വച്ചിരിക്കുന്നതാണ്. ആ അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന ഭൂമി തിരിച്ചുപിടിച്ച് ഭൂരഹിതർക്ക് വിതരണം ചെയ്യണം. ഇതാണ് കേരളത്തിൽ ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനമായ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം. ഇതുപോലെയുള്ള ഒട്ടേറെ കയ്യേറ്റക്കാരുണ്ട്. ആ കയ്യേറ്റക്കാരെ കണ്ടെത്തുന്നതിനു വേണ്ടി കേരളത്തിലെ ഭൂപ്രക്ഷോഭകരുടെ നിരന്തരമായ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് അക്കാര്യങ്ങളിൽ നിയമപരമായ നടപടികളിലേക്ക് സർക്കാരിന്
പോകേണ്ടി വന്നത്. കഴിഞ്ഞ സർക്കാർ ഭൂസമര പ്രവർത്തകരുടെ നിരന്തര ഇടപെടലുകളെ തുടർന്ന് അത്തരം ചില നടപടികൾ സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായി കേരള ഭൂസംരക്ഷണ നിയമപ്രകാരം സർക്കാരിൻ്റെ ഭൂമി അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന ആളുകളിൽ നിന്ന് ഭൂമി തിരിച്ചു പിടിക്കുന്നതിന് നിയമപ്രകാരമുള്ള നടപടികൾ പൂർത്തീകരിക്കുന്നതിന് സ്പെഷ്യൽ ഓഫീസറായി രാജമാണിക്യത്തെ നിയമിച്ചു. രാജമാണിക്യം IASൻ്റെ നിയമനം ഗോസ്പൽ ഫോർ ഏഷ്യ അടക്കമുള്ള ഹാരിസൺ അടക്കമുള്ള കുത്തകകൾ കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ കേരള ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് അദ്ദേഹത്തിൻ്റെ നിയമനം ശരിവെക്കുകയാണ് ചെയ്തത്. അതിനെ തുടർന്ന് 38,000-ലധികം ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നോട്ടീസ് നൽകി. ആ നോട്ടീസ് നൽകപ്പെട്ട ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി നോട്ടീസ് നൽകപ്പെട്ട ഭൂവിഭാഗത്തിൽപ്പെട്ടൊരു പ്രദേശമാണ് കോട്ടയം ജില്ലയിലെ ചെറുവള്ളി എസ്റ്റേറ്റ്. ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന ബിഷപ്പ് KP യോഹന്നാൻ്റെ നേതൃത്വത്തിലുള്ള ട്രസ്റ്റ്, അയന ട്രസ്റ്റ്, അവരാണ് ആ ഭൂമി കൈവശം വച്ചിരിക്കുന്നത്. ഈ ഭൂമി സർക്കാരിൻ്റെ ഭൂമിയാണ്. അനവധി കമ്മീഷനുകൾ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. 2006 മുതൽ കേരളത്തിൽ നിലവിൽ വന്ന അനവധി കമ്മീഷനുകൾ റവന്യൂ സെക്രട്ടറി ആയിരുന്ന നിവേദിത P. ഹരൻ, ജസ്റ്റിസ് മനോഹരൻ, ഡോക്ടർ സജിത് ബാബു, രാജമാണിക്യം IAS, വിജിലൻസ് DYSP ആയിരുന്ന നന്ദനൻ പിള്ള തുടങ്ങിയവരെല്ലാം ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. വിജിലൻസ് അന്ന് കേസെടുത്തിരുന്നു. ചെറുവള്ളി എസ്റ്റേറ്റ് അടക്കമുള്ള ഭൂമിയുടെ ഉടമസ്ഥർ സ്വന്തമാക്കുന്നതിന് ഇവർ സമർപ്പിച്ചിട്ടുള്ള രേഖകൾ കൃത്രിമമായി ഉണ്ടാക്കിയതാണ്. വ്യാജരേഖ ചമച്ചിരിക്കുന്നു. അതിൽ പങ്കാളികളായ ഉദ്യോഗസ്ഥന്മാർ ആരൊക്കെയാണ് എന്ന് വിജിലൻസ് കൃത്യമായി റിപ്പോർട്ട് കൊടുത്തു. DYSP നന്ദനൻ പിള്ളയുടെ റിപ്പോർട്ടിൽ അത് വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആ വിജിലൻസിൻ്റെ FIR റദ്ദ് ചെയ്യുന്നതിന് വേണ്ടി ഹാരിസൺ കേസിന് പോയിരുന്നു. പക്ഷേ ആ കേസ് കോടതികൾ തള്ളുകയും FIR അംഗീകരിക്കുകയുമാണ് ചെയ്തത്. നിയമവ്യവസ്ഥയുടെ പ്രകാരം, കോടതിയുടെ പ്രകാരം തന്നെ അനുമതിയോടുകൂടി മുന്നോട്ട് പോയ ഒരു സ്പെഷ്യൽ ഓഫീസറായിരുന്നു രാജമാണിക്യം. ആ രാജമാണിക്യം കമ്മീഷൻ നോട്ടീസ് കൊടുത്ത ഭൂമിയാണ് ചെറുവള്ളി എസ്റ്റേറ്റ്. സർക്കാരിൻ്റെ ഭൂമിയാണ്, അത് ഞങ്ങൾ തിരിച്ചു പിടിക്കാൻ പോവുകയാണ്. അതിനാവശ്യമായ സമയം നൽകി നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് കേരളത്തിൽ മാറി വന്ന ഇടതുപക്ഷ സർക്കാർ ആ കേസിൽ ഹാരിസൺ മലയാളവുമായി ഒത്തുകളിച്ചുകൊണ്ട് കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ ജസ്റ്റിസ് PV ആശ സർക്കാരിൻ്റെ ഭൂ ഉടമസ്ഥത അംഗീകരിച്ചുകൊണ്ട് നൽകിയ ഉത്തരവ്, നിയമ നടപടികളുമായി മുന്നോട്ട് പോകാം എന്ന ഉത്തരവിൽ വെളിപ്പെടുത്തിയ കാര്യം കുറച്ചുകൂടി വസ്തുതാപരമായ പരിശോധനയ്ക്ക് വേണ്ടി ഡിവിഷൻ ബെഞ്ചിലേക്ക് റെഫർ ചെയ്തൊരു കേസ് തള്ളിയിട്ടല്ല, വാദങ്ങൾ ശരിവെച്ചുകൊണ്ട് അന്നത്തെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സുശീൽ R. ഭട്ടിൻ്റെ വളരെ സുശക്തമായ നിയമ നടപടികളുടെ പോരാട്ടത്തിൻ്റെ ഭാഗമായി ജസ്റ്റിസ് PV ആശ അംഗീകരിച്ച റെഫർ ചെയ്ത ഡിവിഷൻ ബെഞ്ചിലേക്ക് റെഫർ ചെയ്ത കേസിൽ ഇടതുപക്ഷം തോറ്റുകൊടുക്കുകയാണ് ചെയ്തത്. സുപ്രീം കോടതിയിലും ഇതേ സമീപനം സ്വീകരിച്ചു. ഹാരിസണുമായി ഒത്തുകളിച്ച് കേസ് തോറ്റുകൊടുത്തു. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടി തടസ്സപ്പെട്ടത്. പക്ഷേ ഇത് സർക്കാരിൻ്റെ ഭൂമിയാണ്. സർക്കാരിൻ്റെ ഉടമസ്ഥത സ്ഥാപിക്കുന്ന നിരവധി റിപ്പോർട്ടുകളുണ്ട്. അടിസ്ഥാന നികുതി രജിസ്റ്ററുകളിൽ, സെറ്റിൽമെൻറ്റ് രജിസ്റ്ററുകളിൽ സർക്കാരിൻ്റെ ഭൂമിയാണ് എന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും സർക്കാരിൻ്റെ ഭൂമിയാണ് എന്ന് കൃത്യമായി തെളിയിക്കപ്പെട്ട ഒരു ഭൂമിയാണ് ചെറുവള്ളി എസ്റ്റേറ്റ്. ഇപ്പോൾ കേരളത്തിലെ സർക്കാരിൻ്റെ ഭൂമിയായ ചെറുവള്ളി എസ്റ്റേറ്റ് വില കൊടുത്തു വാങ്ങാൻ പോവുകയാണ്. ചെറുവള്ളി എസ്റ്റേറ്റിൽ നടത്താൻ പോകുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നു. അതിന് നഷ്ടപരിഹാരം നൽകാൻ പോകുന്നു. ഗോസ്പൽ ഫോർ ഏഷ്യ അയന ചാരിറ്റബിൾ ട്രസ്റ്റിന് ഈ പണം കൊടുത്തിട്ട് ഭൂമി ഏറ്റെടുക്കാൻ പോവുകയാണ്. 2013 നിയമപ്രകാരം സ്വകാര്യ ഭൂമി സർക്കാർ ആവശ്യത്തിന് ഏറ്റെടുക്കുമ്പോൾ നഷ്ടപരിഹാരമായി തുക നൽകണം എന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സർക്കാർ ഭൂമി ഏറ്റെടുക്കാൻ നടപടികളെ പോകുന്നത്. ഇതെങ്ങനെയാണ് സ്വകാര്യ ഭൂമിയാകുന്നത്? ഇത് സർക്കാർ ഭൂമിയാണ്. സർക്കാർ ഭൂമിയാകുമ്പോൾ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിക്ക് എന്തിനാണ് സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കുന്നത്? ഇത് മറികടക്കാൻ വേണ്ടി ഈ ഒരു സാഹചര്യം രൂപപ്പെട്ടു. ഇതിവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടു. അപ്പോൾ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ഭൂമി കൊടുക്കുന്നില്ല, പൈസ കൊടുക്കുന്നില്ല, ഞങ്ങൾ അവിടുത്തെ സ്ഥാവര ജംഗമ സ്വത്തുക്കൾക്കോ മരങ്ങൾക്കോ ഒക്കെയുള്ള ചെറിയ തുകയാണ് കെട്ടിവെക്കുന്നത് എന്നായിരുന്നു ആദ്യം സർക്കാരിൻ്റെ വാദം. ആ വാദത്തിൽ സർക്കാർ നിന്നില്ല. ഇപ്പോൾ ഒരു നിയമം കൊണ്ടുവരുന്നു സർക്കാർ.
ഞാനിന്ന് നിങ്ങളെ അഭിമുഖീകരിക്കുന്നതിൻ്റെ പ്രധാന കാരണം അതാണ്. ഇപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഒരു നിയമം കൊണ്ടുവരികയാണ്. എന്താണ് ആ നിയമം? സർക്കാരിൻ്റെ ഭൂമി അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന കയ്യേറ്റക്കാരിൽ നിന്ന് സർക്കാരിൻ്റെ ആവശ്യങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിന് നഷ്ടപരിഹാരം നൽകുക. കേരളം ഭരിക്കുന്നത് നമ്മൾ മറന്നു പോകരുത്, ഒരു ഇടതുപക്ഷ സർക്കാരാണ്. ഒരു ഇടതുപക്ഷ സർക്കാർ തോട്ടം കുത്തകകൾക്ക് ലാഭമുണ്ടാക്കുന്നതിന് അവരുടെ കൈവശം സർക്കാരിൻ്റെ ഭൂമി അനധികൃതമായി വെച്ചിരിക്കുന്ന ഭൂമിക്ക് നഷ്ടപരിഹാരം നൽകി ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണത്തിലേക്ക് പോകുന്നു. എന്തൊരു വിരോധാഭാസമാണിത്! ഈ ഭരണകൂടത്തിന് ആരോടാണ് പ്രതിബദ്ധത? ഈ നിയമം എങ്ങനെയാണ് വരുന്നത്? ഏത് ആലോചന, ഏത് ഇടതുപക്ഷ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ പിണറായി സർക്കാർ ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കുന്നത്? കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിലെ റവന്യൂ വകുപ്പിനെ മറികടന്നുകൊണ്ട് അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസ് തയ്യാറാക്കിയ നിയമം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിയമവകുപ്പിലേക്ക് പോകുന്നു. എന്തിനാ പിന്നെ റവന്യൂ വകുപ്പ്? റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, അങ്ങ് എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? കോവിഡിൻ്റെ പത്രസമ്മേളനം മുഖ്യമന്ത്രി നടത്തുമ്പോൾ തൊട്ടടുത്ത് മൂകസാക്ഷിയായി ചന്ദ്രശേഖരൻ ഇരിക്കുന്നത് കാണുന്നുണ്ട്. ആ ഇരുത്തത്തിൻ്റെ ഉദ്ദേശങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ റവന്യൂ വകുപ്പ് മൂകസാക്ഷിയാണ്. ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ്, അവിടെ നിന്ന് പടിയിറങ്ങിപ്പോയ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ, അദ്ദേഹത്തിനു ഈ നിയമ നീക്കത്തിൽ പങ്കുണ്ട് എന്ന ആക്ഷേപം ഉയർന്നു വരുന്നു. പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരമൊരു നിയമം നിർമ്മിച്ചുകൊണ്ട് സർക്കാരിൻ്റെ ഭൂമി കൈവശം വെച്ചിരിക്കുന്ന തോട്ടം മുതലാളിമാർക്ക് നഷ്ടപരിഹാരം കൊടുത്ത് ഭൂമി ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ആരെ സംരക്ഷിക്കാനാണ്? ഏത് ജനപ്രിയതയുടെ ഭാഗമായിട്ടാണ്? ഏത് താല്പര്യമാണ് അതിലുള്ളത്? സർക്കാരിൻ്റെ വികസന ആവശ്യങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കണമെങ്കിൽ കേരളത്തിലെ ഭൂസംരക്ഷണ നിയമപ്രകാരം സർക്കാരിൻ്റെ അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചുപിടിക്കാൻ നിയമമുണ്ട്. 58 ഭൂസംരക്ഷണ നിയമപ്രകാരം അതിൽ വകുപ്പുകളുണ്ട്. സർക്കാരിൻ്റെ ഭൂമി കൈവശം വച്ചിരിക്കുന്നതുമായി ഉടമസ്ഥതാ തർക്കമാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിയമസമീപനങ്ങളുണ്ട്. ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കയ്യേറ്റക്കാരന് മാത്രം ലാഭമുണ്ടാക്കുന്ന ഒരു നിയമം, ഒരു സമീപനം ഇടതുപക്ഷ സർക്കാർ സ്വീകരിക്കുമ്പോൾ ഈ സർക്കാർ കയ്യേറ്റക്കാരുടെ കൂടെയാണ്. ഈ സർക്കാരിന് ഭൂരഹിതർ പ്രശ്നമല്ല. ഈ സർക്കാരിന് കേരളത്തിലെ നിയമവ്യവസ്ഥയുടെ സുശക്തമായ നിലപാടുകൾ പ്രശ്നമല്ല. ഇത്രയും കാലം നടത്തിയ ദീർഘമായ നിയമ പോരാട്ടങ്ങൾ പ്രശ്നമല്ല. ഈ സർക്കാർ കയ്യേറ്റക്കാരുടെ കൂടെയാണ്. ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ ഉടമകളായ ഗോസ്ബൽ ഫോർ ഏഷ്യയുടെ, അവർക്ക് ഭൂമി മറിച്ചു വിറ്റ ഹാരിസൺ മലയാളത്തിൻ്റെ, അതുപോലെ കേരളത്തിലെ 5.5 ലക്ഷം ഏക്കർ ഭൂമി അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന തോട്ടം കുത്തകകളുടെ കൂടെയാണ് ഈ സർക്കാർ. അതുകൊണ്ടാണ് സർക്കാർ ഈ സമീപനം സ്വീകരിക്കുന്നത്. ഒരു നിലക്കും അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ലാത്ത വളരെ ഗുരുതരമായൊരു തെറ്റാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ സ്വീകരിക്കുന്നത്. കേരളത്തിലെ ഭൂരഹിതരെ ഈ സർക്കാർ കബളിപ്പിക്കുകയാണ് ചെയ്തത്. കേരളത്തിലെ ഭൂരഹിതരുടെ ഭൂപ്രശ്നത്തെ സർക്കാർ നിഷേധിച്ചു. എന്താ ഈ സർക്കാർ ചെയ്തത്? ഭൂമിയുടെ ഉടമസ്ഥത, ചരിത്രപരമായ ഭൂനിഷേധത്തിന് ഇരകളാക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഭൂ ഉടമസ്ഥത അഡ്രസ്സ് ചെയ്യാൻ ഈ സർക്കാർ സന്നദ്ധമായോ? അതിനു പകരം 400 സ്ക്വയർ ഫീറ്റ് വരുന്ന മറ്റൊരു ജാതി കോളനികൾ, ഫ്ലാറ്റുകൾ നിർമ്മിച്ച് ലൈഫ് പ്രൊജക്റ്റ് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ആ സന്ദർഭത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞു, ഫ്ലാറ്റല്ല ഭൂമിയാണ് വേണ്ടത്. ഭൂമി ചോദിക്കുമ്പോൾ നിങ്ങൾ 400 സ്ക്വയർ ഫീറ്റിൻ്റെ ഫ്ലാറ്റ് പറയുന്നത് ഏത് ഇടതുപക്ഷ ബോധമനുസരിച്ചാണ്? കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവരുമ്പോൾ വലിയൊരു സമഗ്ര ഭൂപരിഷ്കരണം എന്ന് പറഞ്ഞല്ലോ. ആ സമഗ്ര ഭൂപരിഷ്കരണത്തിൽ നിന്ന് അന്ന് നിങ്ങൾ മാറ്റി നിർത്തിയതാണ് തോട്ടം മേഖലയെ. ഭൂപരിഷ്കരണ നിയമത്തിലെ ഇളവുകൾ പ്രകാരം തോട്ടം മേഖല അന്ന് മാറ്റി നിർത്തപ്പെട്ടു. ആ തോട്ടം മേഖല അനധികൃതമായി കൈവശം വെച്ച് കോടികൾ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്ന മുതലാളിമാർ ഒരു ഭാഗത്ത്, 1 സെന്റ് ഭൂമി പോലും ഇല്ലാതെ പുറമ്പോക്കുകളിലോ വാടക വീടുകളിലോ താമസിക്കേണ്ടി വരുന്ന ലക്ഷക്കണക്കിന് ഭൂരഹിതർ മറുവശത്ത്. നിങ്ങൾ ആരുടെ കൂടെയാണ്? കേരളത്തിലെ ഭൂരഹിതരുടെ കൂടെയാണോ? വെൽഫെയർ പാർട്ടി തുടക്കം മുതൽ കേരളത്തിലെ ഭൂപ്രക്ഷോഭത്തെ നയിച്ചുകൊണ്ട് ഉന്നയിക്കുന്നൊരു കാര്യമാണിത്. ഈ ഭൂരഹിതരുടെ പ്രശ്നം എങ്ങനെ പരിഹരിക്കും? അത് പരിഹരിക്കാനുള്ള വഴി ഈ ഭൂമി ഏറ്റെടുക്കലാണ്. നിങ്ങൾ അതിനെ അട്ടിമറിച്ചു. എങ്ങനെ? ഭൂമിയുടെ അവകാശം തന്നെ ഇല്ല. ഭൂമി ആരും ചോദിക്കരുത്, ഭൂമിയെക്കുറിച്ച് സംസാരിക്കരുത്, പകരം നിങ്ങൾക്ക് ഫ്ലാറ്റ് തരാം. ലൈഫ് പ്രൊജക്റ്റ് അതിന് 3 ഘട്ടങ്ങൾ പ്രഖ്യാപിച്ചു. ഈ ഗവൺമെൻറ് അതിൻ്റെ അവസാന ടേമിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങൾ എത്ര പേർക്ക് ഫ്ലാറ്റ് കൊടുത്തു? കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന ഭവന പദ്ധതികൾ, 8ഓളം ഭവന പദ്ധതികളെ സംയോജിപ്പിച്ചാണ് ലൈഫ് പ്രൊജക്റ്റ് കൊണ്ടുവന്നത്.
സർക്കാരിൻ്റെ മറുപടി ഞങ്ങൾ ലൈഫ് പ്രകാരം വീടുകൾ കൊടുത്തു എന്നാണ്. കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന നിരവധി ഭവന പദ്ധതികളുടെ സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ് സ്വന്തമായി ഭൂമിയുള്ള വീട് വെക്കാൻ സൗകര്യമില്ലാത്തവർക്ക് സർക്കാർ ചെറിയ സഹായം നൽകും, ബാക്കി അവർ കൂടിച്ചേർന്നുകൊണ്ട് വീടുണ്ടാക്കും. ഇത് കേരളത്തിൽ എത്രയോ കാലമായി നടന്നു വരുന്നതാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഭവന പദ്ധതിയുണ്ട്, രാജീവ് ഗാന്ധി ആവാസ് യോജനയുണ്ട്, ഇന്ദിര ആവാസ് യോജനയുണ്ട്, ന്യൂനപക്ഷ ഭവന നിർമ്മാണ പദ്ധതിയുണ്ട്, ഭവന ബോർഡിൻ്റെ പദ്ധതികളുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കെട്ടിട നിർമ്മാണ പദ്ധതികളുണ്ട്. ഇതെല്ലാം സംയോജിപ്പിക്കുകയാണ് ലൈഫിൽ ചെയ്തത്. എന്നിട്ട് അതിനൊരു പുതിയ പദ്ധതിയായി പ്രഖ്യാപിക്കുകയും അതിലൂടെ ഒരുപാട് വീടുകൾ കൊടുത്തിരിക്കുന്നു എന്നൊരു അവകാശവാദം. ഞങ്ങൾ ചോദിക്കുന്നത് ഭൂരഹിതരുടെ വീടെവിടെ? സമ്പൂർണമായ ഭവനരഹിതരും ഭൂരഹിതരുമായുള്ള വീടെവിടെ? അതുമായി ബന്ധപ്പെട്ട് സർക്കാർ മുന്നോട്ട് പോയില്ല. അവരുടെ ഭൂമി തന്നെ നിഷേധിച്ചു, ഭൂ ഉടമസ്ഥ നിഷേധിച്ചു. കഴിഞ്ഞ സർക്കാർ അംഗീകരിച്ചു കൊടുത്ത 3 സെന്റ് പോലും ഈ സർക്കാർ അംഗീകരിക്കാതെ, ഞങ്ങൾ 3 സെന്റിൻ്റെ വാദക്കാരല്ല, ഞങ്ങൾ അന്ന് വിതരണം ചെയ്തതുപോലെ തന്നെ മതിയായ അളവിൽ കാർഷിക ഭൂമി നൽകണമെന്ന നിലപാട് മുന്നോട്ട് വെക്കുന്ന ഒരു പാർട്ടിയാണ്. ആ ഭൂ ഉടമസ്ഥതയെ നിഷേധിക്കാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവന്ന ലൈഫിൽ പോലും നിങ്ങൾ ചതി കാണിച്ചു. എന്നിട്ട് ഇപ്പോൾ സർക്കാരിൻ്റെ കൈവശം വച്ചിരിക്കുന്ന ഭൂമി കൈവശം വച്ചിരിക്കുന്ന ഭൂപ്രമാണിമാരെ രക്ഷപ്പെടുത്താൻ അവർക്ക് സർക്കാരിൻ്റെ പണം, സർക്കാരിന് വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന പണം കാര്യമാണിത്. നിങ്ങൾ ഹാരിസൺ മലയാളത്തിൻ്റെ ഭൂമി അതിലെ മരങ്ങൾ മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സീനിയർ ഏജ് ഒഴിവാക്കി കൊടുത്തു. 500 കോടിയിലധികം രൂപ സംസ്ഥാനത്തിന് നഷ്ടം വന്ന ഒരു ഏർപ്പാടാണ്. ഹാരിസൺ മലയാളത്തിൻ്റെ നികുതി, ഭൂമിയുടെ നികുതി ഏറ്റെടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചു. നികുതി ഏറ്റെടുക്കരുത് എന്ന് നിയമോപദേശം ലഭിച്ചിടത്തു നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടാണ് അത് നികുതി ഏറ്റെടുക്കാൻ തീരുമാനമുണ്ടാക്കിയത്. കഴിഞ്ഞ നിയമവകുപ്പ് സെക്രട്ടറി ഹരീന്ദ്രനാഥ്, മുൻ റവന്യൂ സെക്രട്ടറി PH കുര്യൻ, ഇവരുടെ എല്ലാം താല്പര്യം എന്തായിരുന്നു? ഹാരിസൺ മലയാളത്തിൻ്റെ അഭിഭാഷകർ എഴുതി കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ, കേരള ഹൈക്കോടതിയിലും സുപ്രീം കോർട്ടിലും ഹാരിസൺ മലയാളത്തിൻ്റെ അഭിഭാഷകർ വെക്കുന്ന നിർദ്ദേശങ്ങൾ അതേപടി എഴുതി കൊടുക്കുകയാണ് ഈ റവന്യൂ സെക്രട്ടറിയും നിയമ സെക്രട്ടറിയും ഒക്കെ ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾക്കറിയാം. ഇവരെല്ലാം കൂടി ഈ മാഫിയെ സംരക്ഷിക്കുകയാണ്. ഒരു പ്രതിബദ്ധതയുണ്ടോ കേരളത്തിലെ ഭൂരഹിതരോട്? എന്തെങ്കിലും ഒരു സ്നേഹമുണ്ടോ? നിങ്ങൾ ചരിത്രപരമായി കാണിച്ച ആ നീതി നിഷേധത്തിന് പരിഹാരമുണ്ടാക്കണം എന്ന് വിചാരിക്കണ്ടേ? നിങ്ങളത് ചെയ്യുന്നില്ല. കഴിഞ്ഞ ഒന്നാമത്തെ ഇടതുപക്ഷ സർക്കാർ, ആ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭൂപരിഷ്കരണ നിയമത്തിൽ സംഭവിച്ച ചതി, പിന്നീട് വന്ന സർക്കാരുകൾ നടത്തിയ ചതി, ഇതിനൊരു പരിഹാരമുണ്ടാകണ്ടേ? കേരളത്തിലെ ഭൂരഹിതർ, ദളിതർ അടക്കമുള്ള കേരളത്തിലെ ഭൂരഹിതർക്ക് ഭൂടമസ്ഥത ഉണ്ടാകണ്ടേ? എന്തേ നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാത്തത്? അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീണ്ടും കയ്യേറ്റക്കാരുടെ കൂടെ നിങ്ങൾ കൂടെ ചേരുകയാണ്. അവരെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണ്. അംഗീകരിക്കുകയില്ല കേരളം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ സമൂഹ മധ്യത്തിൽ ഞങ്ങൾ വിചാരണ ചെയ്യും. ഈ ഗവൺമെൻറ് പലതരത്തിൽ വിചാരണ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ബന്ധം, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, പ്രതിപുരുഷനായിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന നിരവധിയായ നിയമവിരുദ്ധ നിയമനങ്ങൾ, സ്വന്തം താൽപ്പര്യക്കാരെ ഉന്നതമായ ശമ്പളങ്ങളിൽ നിയമിച്ചുകൊണ്ട് ഈ രാജ്യത്തെ തൊഴിൽരഹിതരായ യുവാക്കളോട് നടത്തിയ വെല്ലുവിളികൾ, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളിൽ ഈ ഗവൺമെൻറ് ജനങ്ങൾക്ക് മുന്നിൽ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ തന്നെയാണ് ഈ പ്രശ്നവും കടന്നു വരുന്നത്. ഇതുമായി മുന്നോട്ട് പോകാൻ സർക്കാർ നിങ്ങൾ അനുവദിക്കില്ല. ഈ നിയമനിർമ്മാണത്തിൽ സർക്കാർ പിന്നോട്ട് പോകണം. പകരം നിർമ്മിക്കേണ്ട നിയമം സർക്കാരിൻ്റെ ഭൂമി അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന ഭൂമി ഏറ്റെടുക്കാനുള്ള സമഗ്ര നിയമനിർമ്മാണമാണ്. ആ സമഗ്ര നിയമനിർമ്മാണത്തിന് നിങ്ങൾ തയ്യാറുണ്ടോ? മുഖ്യമന്ത്രിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ, താങ്കൾ അതിന് തയ്യാറാകണം. ഈ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സിവിൽ കോർട്ടുകളിൽ കേസിന് പോയി ആ കേസിൻ്റെ നിയമവ്യവഹാരങ്ങളിൽ ഏർപ്പെട്ട് പിന്നീട് അതിൻ്റെ അപ്പീൽ കോർട്ടുകളിൽ പോയി ഹാരിസൺ മലയാളത്തിന് ഇനിയും പതിറ്റാണ്ടുകൾ ഈ ഭൂമി കൈവശം വെക്കാൻ അനുവാദം കൊടുക്കുകയാണോ വേണ്ടത്? നിങ്ങൾ കേസ് നടത്തിപ്പിലുണ്ടായ വൻ പാളിച്ച കൊണ്ടാണ് സുശീലാർ ഭട്ടിനെ പോലെയുള്ള മിടുക്കരായ അഭിഭാഷകരെ ഒഴിവാക്കി, സമർത്ഥരായ അഭിഭാഷകരെ ഒഴിവാക്കി നിങ്ങൾ ഹാരിസന്റെ ഇഷ്ടക്കാരെ നിയമിച്ചപ്പോഴുണ്ടായ വിധിയാണത്. ആ വിധിയുടെ ഭാഗമായിട്ടാണ് സിവിൽ കോർട്ടിൽ പോകൂ, സ്പെഷ്യൽ ഓഫീസർക്ക് അധികാരമില്ല, സിവിൽ കോർട്ടിൽ പോയി ഭൂമി കേസ് കൊടുത്ത് അത് സ്വന്തമാക്കാൻ ശ്രമിക്കൂ എന്ന വിധി വന്നത്. അതിൽ പോലും മാന്യമായ ഒരു റിവ്യൂ പെറ്റീഷൻ നിങ്ങൾ കൊടുക്കാൻ സന്നദ്ധമായില്ല. ഹൈക്കോർട്ടിൽ നിൽക്കുന്ന പെറ്റീഷൻ നിലനിൽക്കുമെന്ന് നിയമവിദഗ്ധന്മാർ പറയുമ്പോൾ അതുമായി മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറായില്ല. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ സിവിൽ കോർട്ടിലേക്കുള്ള കേസ് എത്ര നാളായി വൈകിക്കുന്നു? 2018 ഉത്തരവ് വന്നിട്ട് ഇപ്പോൾ പോലും എല്ലാ ജില്ലകളിലും സിവിൽ കോടതിയിൽ കേസുമായി ബന്ധപ്പെട്ട് പോയിട്ടില്ല. 1-2 ജില്ലകളിലാണ് പോയിട്ടുള്ളത്. ഇനി സിവിൽ കോർട്ടിലെ വ്യവഹാരങ്ങൾ,
അപ്പീൽ കോർട്ടിലെ വ്യവഹാരങ്ങൾ. അങ്ങനെ മുന്നോട്ട് പോകാൻ എത്ര കാലം നമുക്കെടുക്കും? അതുകൊണ്ട് അതല്ല പരിഹാരം, സമഗ്ര നിയമനിർമ്മാണം വേണം. കേരളത്തിൽ അത്ര നിയമനിർമ്മാണത്തിലൂടെ മൂന്നാറിൽ ടാറ്റയുടെ ഭൂമി 971 കണ്ണൻദേവൻ ഭൂമി തിരിച്ചുപിടിക്കൽ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിയമം സുപ്രീം കോടതി വരെ അംഗീകരിച്ച നിയമമാണ്. സമാനമായ നിയമം നിർമ്മിക്കാമെന്നിരിക്കെ മുൻ നിയമ സെക്രട്ടറിയാണ് പറഞ്ഞത് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കേണ്ട. ആ നിയമത്തിന് പ്രാബല്യം ഉണ്ടാവില്ല, നിലനിൽക്കില്ല. ഹാരിസന്റെ സ്വന്തക്കാരായിരുന്നു അവർ നൽകിയ നിയമോപദേശം സ്വീകരിച്ചാണ് സമഗ്ര നിയമനിർമ്മാണത്തിൽ സർക്കാർ പിന്നോട്ട് പോയത്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ കൈവശമുണ്ടാകേണ്ട ഭൂമി പിടിച്ചു വെച്ചിരിക്കുന്ന കയ്യേറ്റക്കാരിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ സമഗ്ര ഭൂപരിഷ്കരണ നിയമത്തിന് തയ്യാറാകണം. തോട്ടം മേഖലയെ ഭൂപരിഷ്കരണ പരിധിയിൽ കൊണ്ടുവരണം. കേരളത്തിലെ ഭൂമിയുടെ അതിൻ്റെ പരിധി നിർണ്ണയവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനകൾ ആവശ്യമാണ്. കേരളത്തിലെ ഓരോ ഭൂരഹിത കുടുംബങ്ങൾക്ക്, ദളിത് കുടുംബങ്ങൾക്ക് കൃഷി ചെയ്യാൻ മതിയായ അളവിലെ ഭൂമി ലഭ്യമാക്കാൻ നിങ്ങൾ തയ്യാറാകണം. വാടക വീടുകളിലാണ് ഇപ്പോൾ അവർ താമസിക്കുന്നത്. ഈ കോവിഡ് കാലത്ത് ആ മനുഷ്യർ കഷ്ടപ്പെടുകയാണ്, പ്രയാസപ്പെടുകയാണ്. അരിപ്പയിലും മറ്റും ചെന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ ദയനീയമായ കാഴ്ച കാണാം. പൗരന്മാർ പൗരത്വം പോലുമില്ലാതെ, രേഖകളില്ലാതെ അവരിങ്ങനെ ജീവിക്കുകയാണ്. ആ മനുഷ്യരുടെ നീതിക്ക് വേണ്ടിയാണ് ഞങ്ങൾ പൊരുതുന്നത്. വെൽഫെയർ പാർട്ടി ഇക്കാര്യത്തിൽ ഉറച്ച നിലപാടിലാണ്. ഇടതുപക്ഷ സർക്കാരിന് ഈ നിയമവുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കോവിഡിൻ്റെ ഏതു നിയന്ത്രണങ്ങൾ നിലനിന്നാലും ആകാവുന്ന പ്രക്ഷോഭ പരിപാടികളിലൂടെ ഇടതുപക്ഷ സർക്കാരിനെ പ്രതിരോധിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. ആയിരക്കണക്കിന് വരുന്ന കേരളത്തിലെ ഭൂരഹിതർ ഈ അന്യായത്തിനെതിരെ പ്രതിഷേധവുമായി മുന്നോട്ട് വരും. ആ പ്രതിഷേധത്തിന്, ഓൺലൈനിലൂടെയുള്ള പ്രതിഷേധത്തിനാണ് വെൽഫെയർ പാർട്ടി ഇന്ന് തുടക്കം കുറിക്കുന്നത്. എനിക്ക് പ്രിയപ്പെട്ട കേരളത്തിലെ പൊതുസമൂഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്, നീതിബോധമുള്ള പൊതുസമൂഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ഈ അനീതിക്കെതിരെ വിരൽ ചൂണ്ടണം. ഈ അന്യായത്തിനെതിരെ നിങ്ങൾ പ്രതിഷേധിക്കണം. കയ്യേറ്റക്കാരെ ഭൂവുടമസ്ഥരാക്കി മാറ്റി, സർക്കാർ ഭൂമിയെ തർക്കഭൂമിയാക്കി മാറ്റി, പണം കെട്ടിവെച്ച് അവരെ വീണ്ടും സമ്പന്നന്മാരാക്കുന്ന, ഖജനാവിനെ ചോർത്തുന്ന ഈ അന്യായം അംഗീകരിക്കാൻ പാടില്ല. അത് തടയണം. സമഗ്ര ഭൂപരിഷ്കരണ നിയമത്തിന് സർക്കാർ സന്നദ്ധമാക്കണം. ആ പോരാട്ടത്തിന് നിങ്ങളുടെ പിന്തുണ ഞാൻ വളരെ സ്നേഹത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, പ്രക്ഷോഭമല്ലാതെ നമ്മുടെ മുമ്പിൽ ഒരു വഴിയില്ല. അന്യായങ്ങൾ കാണിക്കുന്ന ഭരണകൂടത്തെ തിരുത്താനുള്ള ഏക വഴി പ്രക്ഷോഭമാണ്. ആ ജനകീയ പ്രക്ഷോഭത്തിന് ഒരുപാട് ഭൂപ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു പ്രസ്ഥാനമെന്ന നിലയിൽ ഭൂരഹിതരെ ഈ നിമിഷവും നെഞ്ചോട് ചേർത്തു പിടിക്കുന്ന, അവരുടെ അവകാശങ്ങൾ സാമൂഹ്യനീതിയുടെ ഒരു രാഷ്ട്രീയമായി അതിനെ കാണുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകൻ, ഒരു ഭാരവാഹി എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്, ഈ പോരാട്ടത്തെ കേരളം ഏറ്റെടുക്കണം. നിങ്ങൾ ഈ നീതിയുടെ പക്ഷത്ത് നിങ്ങൾ നിൽക്കണം. ഈ അന്യായത്തിന് ഉത്തരമുണ്ടാക്കണം. അത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് അത്തരമൊരു തുറന്ന സമീപനം ഉണ്ടാകണമെന്നാണ് ഏറെ സ്നേഹത്തോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സർക്കാർ ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറണം. ഭൂരഹിതരുടെ ഭൂവുടമസ്ഥത അംഗീകരിക്കുവാൻ സർക്കാർ സന്നദ്ധമാകണം. ആ നിലക്കുള്ള നിലപാടുകൾ സ്വീകരിച്ചില്ലെങ്കിൽ വലിയ പ്രക്ഷോഭത്തെ നിങ്ങൾക്ക് നേരിടേണ്ടി വരും എന്ന് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ ഓർമ്മപ്പെടുത്താൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് നിന്ന്, നമ്മളെല്ലാവരും ചേർന്ന് നിന്ന് കേരളത്തിലെ ഈ പതിറ്റാണ്ടുകളായ ഈ അനീതിക്ക് ഒരു പരിഹാരം ഉണ്ടാക്കണം. ഭൂരഹിതരെ ഭൂവുടമസ്ഥരാക്കണം. ജാതി വ്യവസ്ഥ ചവിട്ടിത്തേച്ച ഈ മനുഷ്യർക്ക് ആത്മാഭിമാനത്തോടെ നെഞ്ചു വിരിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു നാളെ നമുക്ക് കേരളത്തിൽ നിർമ്മിച്ചെടുക്കണം.